നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞങ്ങൾക്കുണ്ട്. ഇല്ലെങ്കിൽ അതൊരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആയി മാറും. പോലീസിനോട് കോടതി റിപ്പോർട്ട് ചോദിക്കും. സർ, ഇതിന്റെ പേരില് ഇദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നം? ഇതിപ്പോ ഡോക്ടർക്ക് നേരെ ഇങ്ങോട്ടുണ്ടായ ഒരു ആക്രമണം. അതുകൊണ്ട് തന്നെ ജാമ്യത്തെ ബാധിക്കത്തൊന്നുമില്ല. ബട്ട് ജാമ്യത്തിലിരിക്കുന്ന പ്രതിക്ക് എന്ത് സംഭവിച്ചാലും അത് കോടതി വളരെ ഗൗരവത്തോടെ എടുക്കും. പ്രത്യേകിച്ചും ഡോക്ടർ സുനിത മർഡർ കേസിൽ പുതിയൊരു അന്വേഷണ സംഘം ചാർജ് എടുത്ത സ്ഥിതിക്ക്. അപ്പോഴേ ഡോക്ടർ തുറന്നു പറയണം എന്താ സംഭവിച്ചത്. സാറേ, സാറിന് എന്തെങ്കിലും അറിയാമെങ്കിൽ തുറന്നു പറയൂ സാറേ. എന്തെങ്കിലും അറിയാമെങ്കിലല്ലേ സ്വാമി പറയാൻ പറ്റൂ. അപ്പൊ ഡോക്ടറെ ആക്രമിച്ചത് ആരാണെന്ന് ഡോക്ടർക്ക് ഒരു ഊഹവുമില്ലേ? ഇല്ല, ഞാൻ പറഞ്ഞിരുന്നില്ലേ, മുഖം മൂടി വെച്ച ആരോ ഒരാൾ. മാസ്ക് വെച്ചിരിക്കുന്ന ഒരാളിനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഒരാളല്ലേ മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, വേറെ ആളുകൾ ഉണ്ടായിരുന്നെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. അവരെ ആരെങ്കിലും? ഇല്ല സർ, ഇനി കണ്ടാൽ തിരിച്ചറിയാമെന്നല്ലാതെ ഒരാളെപ്പോലും എനിക്കറിയത്തില്ല. ഞാൻ ആരെയും നേരത്തെ കണ്ടിട്ടുമില്ല. ഇതൊരു കുഴപ്പം പിടിച്ച കേസാണല്ലോ സാറേ. ഇതിപ്പോ എനിക്ക് നേരെ ഒരു വധശ്രമം ഉണ്ടായെന്ന് പോലും FIR ഇടണമെന്ന് എനിക്ക് നിർബന്ധമില്ല. FIR എന്തിടണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഡോക്ടർ പറഞ്ഞു വരുന്നത് എന്താ? എനിക്ക് പരാതിയില്ല സാറേ. അതുകൊള്ളാം. കുത്തുകൊള്ളുന്നവരും കുത്തുന്നവരും ഒക്കെ പരാതിയില്ലാന്ന് പറഞ്ഞ പിന്നെ എന്തിനാ സാറേ ഇവിടെ പോലീസും സ്റ്റേഷനും ഒക്കെ? ഞങ്ങൾ പിന്നെ എന്തിനാ ഈ കാക്കയൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത്? അതോ സാർ ഹീറോയിസം കളിക്കണോ? എന്നെ കുത്തിയതിൽ എനിക്ക് പരാതിയില്ല എന്ന് വെച്ചാൽ ചെയ്യാനുള്ളത് തിരിച്ച് ഞാൻ അങ്ങോട്ട് ചെയ്തോളാന്ന് അല്ലേ? ഒരിക്കലുമല്ല. ഞാനൊരു ഡോക്ടറല്ലേ സർ. സാഹചര്യങ്ങൾ കൊണ്ട് ഒരു കൊലക്കേസ് ഏറ്റെടുക്കേണ്ടി വന്നു. പിന്നീട് അത് തെറ്റാണെന്ന് തോന്നി. ഇപ്പോൾ കോടതി തന്നെ എന്നെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തു. ഇപ്പോൾ ജയിൽ ബ്രേക്കിങ്ങിൻ്റെ പേരിലുള്ള ഒരു ശിക്ഷയുടെ ജാമ്യത്തിലായി എന്നതല്ലാതെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസിലും ഇതുവരെ ഞാൻ ഉൾപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരോടും പകരം വീട്ടാനോ പക മനസ്സിൽ സൂക്ഷിച്ച് പെരുമാറാനോ ഒരു താല്പര്യവുമില്ല. പ്രതി ആരാണെന്ന് അറിയാമായിരുന്നെങ്കിൽ ഞാനത് നിങ്ങളോട് പറഞ്ഞേനെ. അല്ലാതെ വെറുതെ ഊഹാപോഹം പറയുന്നത് ശരിയല്ലല്ലോ. ഞാനിപ്പോ പോവുക എന്ന് കരുതി ഡോക്ടർ പറഞ്ഞത് മുഴുവൻ പൂർണ്ണമായും മുഖവിലക്കെടുത്തു എന്ന് കരുതണ്ട. ചിലപ്പോ ഞാൻ ഇനിയും വന്നെന്നിരിക്കും. ഓൾവേസ് വെൽക്കം സർ. ഡോക്ടർ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചു നോക്കും. നടന്ന കാര്യങ്ങൾ മനസ്സിലിട്ട് റിവൈൻഡ് ചെയ്യുമ്പോ എന്തെങ്കിലും ഒരു തുമ്പോ തുരുമ്പോ കിട്ടാതിരിക്കില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരവണ, നീ അല്ലെങ്കിൽ പിന്നെ ആര്? അതാ സാർ എനക്കും தெரியாதത്. ഞാൻ അന്നത്തെ മാതിരി ഒരു ആക്സിഡന്റ് ആണ് പ്ലാൻ ചെയ്തത്. അന്നത്തെ മാതിരിയോ? എന്നാ സാർ അത്? ഒന്നുമില്ല. തലങ്ങും വിലങ്ങും ചുമ്മാ സംസാരിക്കരുതെന്ന് നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലേ? സോറി സാർ. അപ്പൊ സോറി ഉണ്ട്. കഥയിൽ കയറി കളിച്ച സാന്താക്ലോസ് ആരായിരിക്കും? അന്ത സ്വാമി സാറെ ആക്രമിച്ച ആളായിരിക്കും സാർ. സ്വാമി സാറോ? തള്ളേ, നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് സ്വാമി പഠിപ്പിച്ചിട്ടുള്ളത്? അല്ല, അതല്ല സാർ. സ്വാമി അത് മതി, കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. ശത്രു, അത് നിരഞ്ജനെ വീഴ്ത്തിയ ശത്രു. ഒരർത്ഥത്തില് നമ്മുടെ മിത്രമാണ്. എന്നാലും നമ്മളും സൂക്ഷിക്കണം. കളിക്കാൻ അറിയാവുന്ന ആരോ ആണ്. അതുകൊണ്ടല്ലേ ശരവണ നീ വരച്ച സ്കെച്ചിന് മുകളിൽ കയറി വരച്ചത്? അതെ സാർ. അപ്പോ നമ്മൾ സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ മുടി ചീകാൻ തല കാണില്ല.
ആ പിന്നെ ഇനി നിന്റെ ചാൻസ്, ഒടുക്കത്തെ ചാൻസ്. കാണാ ഗുണ എക്സ്ക്യൂസും കൊണ്ട് വരരുത്. പൊന്നുമണിയുടെ കുഞ്ഞിന്റെ കാര്യമാണ് പറഞ്ഞത്. ശരി സാർ. മായാണ്ടിക്കൊപ്പം കുപ്പമോ കുപ്പയോ കുപ്പത്തൊട്ടിയോ ഏത് പാതാളമോ പരലോകമോ ആയിക്കോട്ടെ, ആ കൊച്ചിന്റെ കാര്യത്തില് ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കണം. ശരി സാർ. നിരഞ്ജൻ എഴുന്നേക്കും മുമ്പ് കിട്ടിയ മുറിവിന് മീതെ മുളകരച്ച് പുരട്ടും പോലൊരു വാർത്ത. ആക്രമിച്ച ആളിനെ കുറിച്ച് നിരഞ്ജൻ ഒരു സൂചനയും ഇല്ലെന്നാണോ പോലീസിനോട് പറഞ്ഞത്? അതെ, പോലീസ് മൊഴിയെടുക്കാൻ വന്നപ്പം ഞാനും അടുത്തുണ്ടായിരുന്നല്ലോ. എന്നാലും അങ്ങനെ വരുമോ സ്വാമി? എന്തെങ്കിലും ഒരു ചെറിയ ഊഹമെങ്കിലും നിരഞ്ജന് കാണില്ലേ? ആ വക്കീലി സിദ്ധാർത്ഥന് എന്തോ സംഭവിച്ചു എന്ന് ഫോൺ ചെയ്ത് പറഞ്ഞതുകൊണ്ടാ മുമ്പും പിമ്പും നോക്കാതെ എടുത്തിയാടി പോയത്. മണ്ടത്തരം. അതിന് കൂട്ടു നിൽക്കാൻ അവളും. എന്നിട്ട് ചെന്ന് കയറി കൊടുത്തതോ മരണത്തിന്റെ വായിലേക്കും. എന്നോടിപ്പോ ഒന്നും പറയാറില്ലല്ലോ സാർ, അല്ലെങ്കിൽ ഞാനും കൂടി പോയേനെ. സ്വയം വരുത്തി വെക്കുന്നതാണല്ലോ ഇതെല്ലാം. ഇന്ന് കല്യാണം ഘോഷിക്കുമെന്ന് പറഞ്ഞിരുന്ന ആളുകളാ. പ്ലാന്റ് കൊട്ടേഷനായിരുന്നു സാർ. കൃത്യമായി സ്കെച്ച് ചെയ്ത് നടപ്പാക്കിയ പണി. കരോൾ സംഘത്തിന്റെ രൂപത്തിൽ വന്ന് വഴി ബ്ലോക്ക് ചെയ്ത് കാറ് തടഞ്ഞു. പിന്നാലെ ക്രിസ്മസ് പാപ്പാനിയുടെ മുഖം മൂടി വെച്ചൊരാൾ നിരഞ്ജൻ സാറിനെ ആക്രമിക്കുന്നു. ഒരു പ്രൊഫഷണൽ കട്ട്. സ്വാമി ഡോക്ടറോട് സംസാരിച്ചിരുന്നോ? ഡോക്ടറോടും സംസാരിച്ചു, SIയോടും സംസാരിച്ചു. മുറിവ് അത്ര വലിയ ആഴമുള്ളതല്ല എന്നാ പറഞ്ഞത്. എന്തായാലും അക്ഷരമേട ആ തോക്ക് കയ്യിൽ വെച്ചത് നന്നായി, അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോയേനെ. എന്നതാ സ്വാമി തോക്കിന്റെ കഥയൊക്കെ പറയുന്നേ? അക്ഷര മേഡം തോക്ക് കൊണ്ട് ഗുണ്ടകളെ തുരത്തിയ കാര്യം പറയായിരുന്നു. ഓ, വീര ഝാൻസി റാണി അക്ഷര. എന്നിട്ട് ആശുപത്രിയിലെ കാര്യം എന്തായി? മോർച്ചറിയിലേക്ക് മാറ്റാറായോ? എന്റെ പൊന്നു മേഡം, ഇത്തരം ചോദ്യങ്ങൾക്ക് നൽകാനുള്ള ഉത്തരം എന്റെ കയ്യിലില്ല. സാറേ, ഞാൻ പോയിട്ട് പിന്നെ വരാം. ഇതിനാ പറയുന്നേ ദൈവം ഇപ്പൊ സ്പോട്ട് പേയ്മെന്റാ കൊടുക്കുന്നേന്ന്. നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന എല്ലാവരും അനുഭവിക്കും. പാവം നിരഞ്ജൻ വന്ന് പെട്ടുപോയി. നിരഞ്ജനെ ഓർത്ത് നീ കൂടുതൽ സങ്കടപ്പെടുകയൊന്നും വേണ്ട. ഇതിന്റെ പിന്നിൽ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. കണ്ടുപിടിച്ചോ? കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ചിലപ്പോ മകന്റെ ആശുപത്രി കട്ടിലിന് കാവലിരിക്കേണ്ടി വരും. ഒരു ചുക്കുമില്ല. നിരഞ്ജനെ ആക്രമിക്കാൻ ആളെ വിട്ടതിന് പിന്നിൽ നിങ്ങളാണോന്ന് പോലും എനിക്ക് ബലമായ സംശയമുണ്ട്. അങ്ങനെ തന്നെയാ പറഞ്ഞു. സ്നേഹിക്കുന്നവര് ഒന്നിച്ച് ജീവിക്കുന്നത് ഇഷ്ടമില്ലാത്ത ആളാണല്ലോ നിങ്ങള്. ഒരു കാര്യം നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങളുടെ ആ തോക്ക് അക്ഷരയുടെ കയ്യിൽ വെച്ചു കൊടുത്തിരിക്കുന്നത് മായാരഞ്ജിനിയുടെ ആത്മാവാ. ആ തോക്ക് കൊണ്ട് തന്നെ അക്ഷര നിങ്ങളുടെ തലയ്ക്ക് നേരെ ഉന്നം പിടിക്കും, കാഞ്ചി വലിക്കും. അതാണ് കാലം നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ശിക്ഷ. കാത്തിരുന്നു. സത്യം പറഞ്ഞ കഴിഞ്ഞ രാത്രി എന്താ സംഭവിച്ചത്? നീ വണ്ടി ഇറക്കിയില്ലേ? ഇറക്കി സാർ, ഞാൻ അവരെ കൃത്യമായി ഫോളോ ചെയ്തു. പിന്നെ എങ്ങനെയാടാ ഡോക്ടർ നിരഞ്ജനും ഭാര്യ നിന്റെ ലോറിയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടത്? ലോറിക്ക് എന്താ സഹതാപം തോന്നിയോ? അത് വന്ന് ഏത് വന്ന് അന്ത ജനതാ റോഡ് വരെ ഞാൻ അവരുടെ പിന്നാടി ഉണ്ടായിരുന്നു സാർ. അപ്പോഴാണ് ഒരു ക്രിസ്മസ് കാരൽ സംഘം വന്നത്. അതോടെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാതായി. അപ്പൊ നീ എന്ത് ചെയ്തു? ഞാൻ ലോറി റിവേഴ്സ് എടുത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയി. ജനതാ റോഡിന്റെ എൻഡ് വന്ന് സൽക്കാര റോഡിൽ നീ അവരെ സൽക്കരിക്കാൻ ലോറിയുമായിട്ട് കാത്തിരുന്നു. അതിനിടയിൽ സാന്താക്ലോസ് നിരഞ്ജനെ അങ്ങ് സൽക്കരിച്ചു, ക്ലോസ് ആക്കാൻ നോക്കി. എടാ, ആ കരോള് സംഘത്തിലെ
കാരാളെങ്കിൽ കാരാള്, കാരാളെങ്കിൽ കാരാള്. എടാ, അതിലുണ്ടായിരുന്ന ആരെങ്കിലും നിനക്ക് മുൻപരിചയമുണ്ടോ?